തീരുമാനിക്കാം. ജോർജ്, ഒരു കാര്യം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വരും, നിങ്ങൾ എന്തിനാണ് ഹലാൽ ഭക്ഷണം കഴിക്കണേ, നിങ്ങൾക്ക് നോൺ ഹലാൽ കഴിച്ചോടെ, ഞങ്ങൾക്ക് മാത്രമേ ഹലാൽ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹലാൽ കിട്ടാതെ, ഹലാൽ അല്ലാത്തൊരു ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു 28% വരുന്ന ഒരു സമൂഹം, 72% വരുന്ന മറ്റൊരു സമൂഹം. ശരിക്കും അവിടെ ആരാണ് പൊതുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്? അതായത് നോൺ ഹലാൽ ഭക്ഷണമാണ് ഇവിടെ സാർവത്രികമായിട്ട് കിട്ടേണ്ടത്. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത്, രാജ്യത്ത് ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായിട്ട് നോൺ ഹലാൽ ഭക്ഷണം വേണ്ടവർ, ഒരു ഉദാഹരണത്തിന് 80% ആണെങ്കിൽ ഇവിടുത്തെ 80% ഹോട്ടൽ നോൺ ഹലാലാണെന്ന് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. അതായത് സർക്കാരിൻ്റെ പൊതു സംവിധാനങ്ങളിൽ ജനത്തിന് വേണ്ടത് എന്താണ്? ജനത്തിന് വേണ്ടത്, ഭൂരിപക്ഷത്തിന് വേണ്ടത് നോൺ ഹലാൽ ഫുഡാണ്. നോൺ ഹലാൽ ഫുഡിന് വേണ്ട സംവിധാനങ്ങളാണ് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. സർക്കാരിൻ്റെ ക്യാൻറ്റീനുകളിലായാലും അതാണ് വേണ്ടത്. ഇനി സ്പെഷ്യൽ ഫുഡ് വേണ്ടവരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സ്പെഷ്യൽ ഫുഡ് വേണ്ടവർക്ക് സ്പെഷ്യൽ സംവിധാനമാണ്. കാരണം ഇവർക്ക് കിച്ചൺ പോലും കൂട്ടിച്ചേരാൻ പാടില്ല. ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് നോൺ ഹലാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പോലും ഇവർക്ക് പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് പൊതുവായിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ടായിരിക്കട്ടെ, അതിനപ്പുറത്തേക്കുള്ളൊരു കിച്ചൺ വേണമെങ്കിൽ ആ കിച്ചണിന് വേണ്ട സംവിധാനങ്ങളും കാര്യങ്ങളും ഒരുക്കി അവർക്ക് സെപ്പറേറ്റ് ഭക്ഷണം, ഹലാൽ ഭക്ഷണം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളമ്പുക. അതിന് വരുന്ന എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ആ ഭക്ഷണത്തിൽ ആഡ് ഓൺ ചെയ്യാം.